വെൽക്കം ടു സൈഹാവിത്തനത് ഓപ്പർച്യൂണിറ്റി നൽകുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള ISRO ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് നൽകുന്ന ഒരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിയാണ്. UG PG സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആസ് വെൽ ആസ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് 6 month ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ISRO ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഓൾറെഡി ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ October 31 വരെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2026 ആപ്ലിക്കേഷനാണ് ഇപ്പോൾ കറണ്ടായിട്ട് ഓൺഗോയിങ് ആയിട്ടുള്ളത്. സോ ഇത് ഒരു ഇയറിൽ 2 ഓപ്പണിംഗ് ആയിരിക്കും ഉണ്ടാവുക ഈ ഒരു ഇൻറ്റേൺഷിപ്പിന് എൻട്രി ആവാൻ വേണ്ടിയിട്ട്. സോ 2026 January 1 ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഈ ഒരു August to October 31 വരെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ 6 month ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു സ്റ്റൈപ്പൻഡോ കാര്യങ്ങളൊന്നും ലഭിക്കുന്നതല്ല, പക്ഷേ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ISRO സ്പേസ് റിസർച്ച് അതുപോലെയൊക്കെയുള്ള മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് മുന്നാകെ നിങ്ങൾ എടുത്തു പറയേണ്ട കാര്യം, ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഡെഫിനറ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്ക് പാസ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. ഈ ഒരു അക്കാഡമിക് പ്രോഗ്രാംസിൽ ഏതൊക്കെ അക്കാഡമിക് നിങ്ങളുടെ ബ്രാഞ്ച് ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്റ്റഡീസ് ഏതാണോ പ്രോജക്റ്റ് ഏതാണോ അതുണ്ടോയെന്ന് മാത്രം നിങ്ങൾ ആദ്യം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. സോ അതിന് വേണ്ടിയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് ID കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒന്ന് നോക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മിനിമം 45 days ആണ് പറയുന്നത്. 6 month അല്ലെങ്കിൽ ഒരു മിനിമം 45 days ആണ് അവർ പറയുന്നത്. സോ സ്റ്റുഡൻറ്റ് ഷുഡ് പൊസസ് ആൻ അഗ്രിഗേറ്റ് ഓൺ മിനിമം 60% CGPA അല്ലെങ്കിൽ CGPA 6.32 ഉള്ള റേഞ്ചൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഗ്രാജുവേറ്റ്സിന് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡൻസിനും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് PG UG സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ എഞ്ചിനീയറിംഗ് MA MTech BSc ഡിപ്ലോമ MSc PhD ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഡ്യൂറേഷൻ ഇവിടെ ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഡ്യൂറേഷൻ 45 days ആണ് മിനിമം പറയുന്നത്. സോ നമ്മുടെ കോളേജ് അധികൃതർ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ കോളേജിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഫോമും കാര്യങ്ങളൊക്കെ NOC കാര്യങ്ങളെല്ലാം വാങ്ങേണ്ടതായിട്ടും വരുന്നുണ്ട്. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡേറ്റ്സും കാര്യങ്ങളും. അതുപോലെ ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് 6th semester എന്ന് പറയുന്നുണ്ട്. ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് BTech UG ഒക്കെ ആണെങ്കിൽ. അതുപോലെ PG സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞ സ്റ്റുഡൻസ് ഒക്കെ ആയിരിക്കണം. അതുപോലെ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഓൺലി ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമാണ് ഈ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻറ്റേൺഷിപ്പ് സമ്മർ ട്രെയിനിങ് പ്രോജക്റ്റ് റിസർച്ച് വർക്കൊക്കെ ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഫാക്കൽറ്റീസിൻ്റെ അണ്ടറിൽ വരുന്ന പ്രോജക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള വേക്കൻസിയിലോട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വർക്കിനുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കുക. സോ നിങ്ങൾ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി നോക്കണം, അതായത് വെബ്സൈറ്റിൽ കയറി നോക്കണം. ഈ ഒരു നിങ്ങൾ പ്രോജക്റ്റ് നിങ്ങൾ ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യാം. സോ ഇൻറ്റേൺഷിപ്പ് എക്സ്റ്റൻഷൻ കാര്യങ്ങളൊന്നും ലഭിക്കുന്നതല്ല ഈ ഒരു ഇൻറ്റേൺഷിപ്പിന്. സോ പറഞ്ഞ ആ ഒരു ടൈം പീരീഡിൽ മാത്രമാണ് ഈ ഒരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ ഫിനിഷ് ചെയ്യുന്നതും. സോ NOC കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതുപോലെ കൺഫർമേഷൻ ലെറ്റർ സെലക്ഷൻ ഇനീഷ്യേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ ത്രൂ ആയിരിക്കും കോൺടാക്റ്റ് ആവും. സോ മെയിൽ ത്രൂ വന്നില്ലെങ്കിൽ അവർ സെലക്ട് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. സോ കോളേജ് അധികൃതരിൽ നിന്നും നിങ്ങൾ NOC റെക്കമെൻഡേഷൻ കാര്യങ്ങളെല്ലാം വാങ്ങേണ്ടതായിട്ടുണ്ട്. അത് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഇതൊരു ഓൺലൈൻ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം. സോ അതുപോലെ തന്നെ മിനിമം ഡ്യൂറേഷൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് വാലിഡ് ID പ്രൂഫും കാര്യങ്ങളെല്ലാം റെഡി ആക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കാര്യങ്ങളെല്ലാം സ്റ്റുഡൻസ് ബ്രിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നും പറയുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഒരു ഇയറിൽ ട്വൈസ് ആണുള്ളത്. സോ ഇതിൻ്റെ സെക്കൻഡ് ആപ്ലിക്കേഷനാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ വിൽ ബി അക്സെപ്റ്റഡ് എന്നും പറയുന്നുണ്ട്. സോ നോ ആപ്ലിക്കേഷൻ ത്രൂ ഇമെയിൽ ഓർ പോസ്റ്റ് സെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അത് അക്സെപ്റ്റ് അല്ല എന്നും പറയുന്നുണ്ട്. സോ അതർ ഇൻഫോർമേഷനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നുണ്ട്. സോ നിങ്ങൾ ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള പ്രോജക്റ്റും അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ആണെങ്കിൽ അവർ അലോട്ട് ചെയ്യുന്നതായിരിക്കും ബേസ്ഡ് ഓൺ ദ അവൈലബിലിറ്റി. അതുപോലെ എക്സ്പെർട്ടൈസ് ദെൻ പ്രോജക്റ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളും അനുസരിച്ചിട്ടായിരിക്കും അവർ ലഭിക്കുന്നത്. അതുപോലെ ഒരു ആപ്ലിക്കേഷൻ ഫോം കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ലഭിക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുക. അതുപോലെ തന്നെ ഒരു സ്റ്റൈപ്പൻഡ് റെമ്യൂണറേഷനോ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലഭിക്കുന്നതല്ല എന്നും പറയുന്നുണ്ട്.
ഇതുപോലെ അക്കോമഡേഷൻ ഫെസിലിറ്റീസും കാര്യങ്ങളും ലഭിക്കുന്നതല്ല. അതെല്ലാം ഓൺ ടേക്ക് കെയർ ചെയ്യേണ്ടതാണ്. ലാസ്റ്റ് നിങ്ങൾക്കൊരു അവാർഡ് ഓഫ് ആ ഒരു ട്രെയിനിങ് അതിൻ്റെ ആ ഒരു കംപ്ലീഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അവർ പറയുന്ന ആ ഒരു ഡിമാൻഡ്സും കാര്യങ്ങളും മീറ്റ് ചെയ്യുകയാണെങ്കിലും അതുപോലെ വർക്കും കാര്യങ്ങളും പ്രോപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു മികച്ച ഒരു ISROൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ പറ്റുന്ന ഒരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി കൂടെയാണ്. സോ ഇതൊക്കെയാണ് ഇന്ന് കൊണ്ടുവന്നുള്ള ഇൻഫർമേഷൻ. വളരെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ തന്നെയാണ്. സോ ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങൾക്ക് ഫ്രണ്ട്സോ ഫാമിലി റിലേറ്റീവ്സ് ആരെങ്കിലും ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് ആവശ്യമാണെന്ന് കരുതുകയാണെങ്കിൽ അവർക്ക് കൂടെ ഇത് അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇതുപോലെയുള്ള ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.